അച്ഛൻ കാത്തസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമാണ് ഗെയിംസ്, സ്പോർട്സ് കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഇനി EVS നമ്മളൊരു ചാപ്റ്ററാണ് നോക്കുന്നത്, ഗെയിംസ് ദാറ്റ് വി പ്ലേ. ഗെയിംസ് ദാറ്റ് വി പ്ലേ. ഇവിടെ രണ്ടുപേരുടെ കോൺവെർസേഷൻ, രണ്ടുപേരുടെ സംഭാഷണമാണ് കാണിക്കുന്നത്. ആരുടെയൊക്കെ? ഐഷയുടെ അമ്മയുടെ സംഭാഷണമാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഐഷ TV കണ്ടിരിക്കുക. അപ്പൊ അമ്മ ചോദിച്ചു, മോളെ നീ എന്താ കാണുന്നത്? അപ്പൊ ഐഷ പറഞ്ഞു, ഞാൻ ക്രിക്കറ്റ് ആണ് അമ്മ കാണുന്നത്, ക്രിക്കറ്റ്. എന്നിട്ട് ഐഷ പറഞ്ഞു, ഗ്രൗണ്ടിൽ കുറെ ആൾക്കാർ നിൽക്കുന്നു, there are so many players on the field. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, അതൊരു ടീം സ്പോർട്സ് ആണ്, ഒരു ടീമിലെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണും. അങ്ങനെയുള്ള കളിയെ നമ്മൾ എന്താ പറയും? ടീം സ്പോർട്സ് എന്ന് പറയും. വേറെ ഏതൊക്കെ ടീം സ്പോർട്സ് നിങ്ങൾക്കറിയാം? ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോൾ അതെന്താണ്? നമ്മൾ ഒരു ഗോൾ പോസ്റ്റിന്റെ അകത്തേക്ക് കുറെ ആൾക്കാർ പോയി ബോൾ അടിച്ചു കഴിക്കുന്നു. രണ്ടാമത്തത് വോളിബോൾ. ഒരു നെറ്റ് ഉണ്ട്, അവിടെ നിന്ന് ബോൾ അങ്ങോട്ട് അടിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് വോളിബോൾ. അതും ടീമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണുന്നത്. വേറെ ഒന്നാണ് എന്ത്? ഒറ്റയ്ക്ക് കളിക്കുന്ന കളി. ടീം സ്പോർട്സ് അല്ലാതെ മറ്റേ ഏതാണ്? ഇൻഡിവിജ്വൽ സ്പോർട്സ്. ഇൻഡിവിജ്വൽ സ്പോർട്സിന്റെ പ്രത്യേകത എന്താണ്? അത് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എക്സാമ്പിൾ ഏതാണ്? ചെസ്. വേറെ ഏതാണ്? നമ്മളൊരു ചെറിയൊരു കുഴുത്തുണ്ട്, ആ കുഴുത്തിലേക്ക് ഒരു ചെറിയ ബാൾ ഇങ്ങനെ ഒരു ബാറ്റ് വെച്ചിട്ട് നമ്മൾ അടിച്ച്, ഈ ബാറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു വരയ്ക്കുണ്ട്, ഈ കിഴുത്തക്കകത്തേക്ക്, ഈ ഗ്രൗണ്ടിലുള്ള ഈ കിഴുത്തക്കകത്തേക്ക് അടിച്ചത്. ആ കളിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗോൾഫ്. പിന്നെന്താണ്? റെസ്ലിംഗ്. റെസ്ലിംഗ് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് W-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്ലിംഗ്. വേറെ എന്താണ്? ബോക്സിംഗ്. അതെല്ലാം ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണ്, ടീമായിട്ടല്ല കളിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു കൊടുത്തു, രണ്ട് തരത്തിലുള്ള സ്പോർട്സ് ഉണ്ട്. ഒന്ന് ടീം സ്പോർട്സ്, ടീമായിട്ട് കളിക്കുന്നത്. വേറൊന്ന് ഇൻഡിവിജ്വൽ സ്പോർട്സ്, അത് ഒറ്റയ്ക്ക് കളിക്കുന്നത്. അപ്പൊ ഐഷ അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏത് മത്സരങ്ങളിലാണ് പങ്കെടുത്തത്? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ പങ്കെടുത്തത് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സ്. അപ്പൊ ഐഷ ചോദിച്ചു, എന്താ അമ്മ അത്ലറ്റിക്സ്? അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് റണ്ണിങ്, ഓട്ടം വരുന്നുണ്ട് അതില്. റണ്ണിങ്, ഒരാള് ഓടുക, റണ്ണിങ്. അപ്പൊ റണ്ണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആണ് സ്പ്രിന്റ്സ്. സ്പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഓടുന്നതിന്. ഇപ്പൊ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, ഇതൊക്കെ ഓടുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്പ്രിന്റ്സ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് അത്ലറ്റിക്സിനകത്ത് എന്താ വരുന്നത്? റണ്ണിങ് വരുന്നുണ്ട്, അതിൽ സ്പ്രിന്റ്സ് ഉണ്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഓടുന്നതിന് നമ്മൾ എന്താ പറയും? നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ മത്സരങ്ങൾ നോക്കുന്നത് ഒത്തിരി ഓടാനായിട്ട്, ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷൻ വരെയൊക്കെ ഓടാനായിട്ട് നമ്മൾ പറയും. അതിന് നമ്മൾ പറയുന്നവരാണ് മാരത്തോൺ. പിന്നെ 4 പേര് ചേർന്നിട്ട് ഓടുന്ന ഒരു കളിയുണ്ട്, അതിന് നമ്മൾ പറയുന്നതാണ് റിലേ. ഇവിടെ നിന്നൊരു കമ്പ് റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവിടെ നിന്നൊരു സ്റ്റിക്ക് ഉണ്ട്, അത് നമ്മൾ കൊണ്ടുപോയി അടുത്ത ആളിലേക്ക് കൊടുക്കും, അടുത്ത ആളത് കളക്ട് ചെയ്ത് അതിന്റെ അടുത്ത ആളിലേക്ക് കൊടുക്കും, അടുത്ത ആള് അത് ഫിനിഷ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 4 പേര് കൂടിയാണ് ഫിനിഷ് ചെയ്യുന്നത്. അത് ഓരോരുത്തരെ 100 മീറ്റേഴ്സ് വെച്ച് ഓടാം, അല്ലെങ്കിൽ 400 മീറ്റേഴ്സ് വെച്ച് ഓടാം. അപ്പൊ 4 into 100 മീറ്റർ റിലേ ഉണ്ട്, 4 into 200 ഉണ്ട്, 4 into 400 മീറ്റർ റിലേ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള റിലേ മത്സരങ്ങളുണ്ട്. അപ്പം സ്പ്രിന്റ്സ്, മാരത്തോൺ, റിലേ, ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിൾ ആണ്? റണ്ണിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. വേറൊരു റണ്ണിങ് ഉണ്ട്, ആ റണ്ണിങ്ങിന്റെ ഇടയിൽ കുറെ തടസ്സങ്ങൾ വെച്ചിരിക്കും, എന്നിട്ട് നമ്മൾ പക്ഷെ അത് ഓടി അത് കടന്ന് ഫിനിഷ് ചെയ്യണം. കാരണം ഇങ്ങനെ കുറെ തടസ്സങ്ങൾ, ഇങ്ങനെ കുറെ തടസ്സങ്ങൾ വെച്ചിരിക്കും. ഇത് ചാടി വേണം പോകാൻ. ഇവിടുന്ന് ആൾ ഓടി വന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ പുറത്തൂടെ ചാടി, ഇവിടുന്ന് വീണ്ടും ഓടി, ഇതിന്റെ പുറത്തൂടെ വീണ്ടും ചാടി പോകും. ഇതിന് നമ്മൾ ഈ തടസ്സങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹാർഡിൽസ്. തടസ്സങ്ങൾ. അപ്പൊ ഈ മത്സരത്തിൽ എന്താ പറയും? ഹാർഡ്ലിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിനാ വരുന്നത്? റണ്ണിങ് വരുന്നതാണ്. സ്പ്രിന്റ്സ്, മാരത്തോൺ, റിലേ, ഹാർഡ്ലിംഗ്, ഇതെല്ലാം റണ്ണിങ് വരുന്നതാണ്. അപ്പൊ ഐഷ ചോദിച്ചു, അമ്മ റണ്ണിങ് മാത്രമേ ഉള്ളൂ? അല്ല, റണ്ണിങ് മാത്രമല്ല അത്ലറ്റിക്സിലുള്ളത്. റണ്ണിങ് ഉണ്ട്, പിന്നെന്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത്? ജമ്പിംഗ് ഉണ്ട്. ജമ്പിംഗ്
നമ്മൾ കസേരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ മണ്ടയിൽ നിന്നിട്ട് എടുത്ത് ചാടും. ജമ്പിങ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്, ഓടാനും ചാടാനും ജമ്പിങ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, എടുത്തെറിയാൻ. കുഞ്ഞു പിള്ളേർ എന്ത് ചെയ്യും? കൈ കിട്ടുന്ന എന്ത് സാധനം എടുത്ത് എറിയും. ത്രോയിങ്. ഇത് ഇത്രയും എന്തിനാ വരുന്നത്? അത്ലറ്റിക്സ്, റണ്ണിങ്, ജമ്പിങ്, ത്രോയിങ്. റണ്ണിങ്ങിൽ ഏതൊക്കെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇനി ജമ്പിങ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ജമ്പിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫീൽഡ്, ഇവിടെ നല്ല മണലൊക്കെ ഇട്ട് വെച്ചേക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വരയുണ്ട്. ഇവിടെ നിന്ന് ഒരാള് ഓടി വന്ന് ഈ മണലിന്റെ അകത്തേക്ക് എടുത്ത് ചാടും. ഇയാൾ എന്തുമാത്രം ദൂരം ഈ വരയിൽ നിന്നും എന്തുമാത്രം ദൂരം ചാടുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ നോക്കും. ഏറ്റവും കൂടുതൽ ചാടുന്നതാണ് ജയിച്ചു. അതിന് നമ്മൾ പറയുന്നത് എന്തുമാത്രം ലെങ്തിൽ ചാടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ലോങ് ജമ്പ് എന്ന് വിളിക്കുന്നത്. എന്തുമാത്രം ലെങ്തിൽ ചാടുന്നു അതിന് നമ്മൾ ലോങ് ജമ്പ് എന്ന് വിളിക്കുന്നത്. ഇയാൾ ഓടി വന്നിട്ടാണ് എടുത്ത് ചാടുന്നത്. അപ്പൊ ഇതേപോലെ ഓടി വന്നിട്ടാൽ 3 സ്റ്റെപ്പ് ഇട്ട് 1 2 3 വരയുടെ ഇപ്പുറത്ത് വന്ന് ചവിട്ടിയിട്ട് ചാടും. അപ്പൊ 3 പ്രാവശ്യം ചാടി വന്ന് ഏറ്റവും ലെങ്തിൽ ചാടുന്ന ആള് വിജയിക്കും. ആ 3 പ്രാവശ്യം ചാടി 3 പറഞ്ഞാൽ 3, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ട്രിപ്പിൾ. ആ ജമ്പിന് നമ്മൾ പറയുന്നവരാണ് ട്രിപ്പിൾ ജമ്പ്. ഇപ്പൊ ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് തമ്മിൽ ഏതാണ്ട് ഒരുപോലെയാണ്. ഇതിൽ 3 ജമ്പ് ചെയ്തിട്ടാണ് ചാടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്. വേറെ ഒന്നുണ്ട്, എന്താ അറിയാമോ? വലിയൊരു ഹൈറ്റില് ഞാൻ ഇങ്ങനെ വലിയൊരു 2 കോള് കാണും. ഇതിന്റെ അപ്പുറത്ത് എന്താണ് നല്ല സ്പോഞ്ച് പോലെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വടിയുണ്ട്. ഈ വടി നമുക്ക് മുകളിലോട്ട് ഡിസ്റ്റൻസ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം ചാടിനനുസരിച്ച്. ഇവിടുന്ന് വന്ന് നമ്മൾ എടുത്ത് ഇങ്ങോട്ട് ചാടുക, ഇവിടുന്ന് വന്ന് എടുത്ത് അവിടേക്ക് ചാടുക. അതിന് നമ്മൾ എന്താ പറയും? ഹൈറ്റിലല്ലേ നമ്മൾ ചാടുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ഹൈ ജമ്പ് എന്ന് വിളിക്കും. എന്താണ് ഹൈ ജമ്പ്? ഇപ്പൊ ജമ്പിങ്ങിന് ഏതൊക്കെ എക്സാമ്പിൾ? ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പിന്നെ ഇവിടുന്ന് ഓടി വന്നിട്ട് ഇതിന്റെ മണ്ടയിൽ എടുത്തിയാലും അതെന്താണ് ഹൈ ജമ്പ്. ഇനി അടുത്ത ത്രോയിങ്ങിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ത്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം എടുത്തെറിയുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ ത്രോയിങ്ങിന്റെ പേര് വരുന്നത്. ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഉണ്ടയുണ്ട്, ഒരു ഇരുമ്പിന്റെ ഉണ്ടയാണ്. ഇതെടുത്താൽ പറയും ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഷോട്ട് പുട്ട്. ഇതിന് ചിലപ്പോൾ ഒരു പിടിയൊക്കെ കാണും. എന്നിട്ട് ഈ പിടിയേല് നമ്മൾ പിടിച്ച് കറക്റ്റിയാണ് കഴിയുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാമർ ത്രോ. എന്താണ് ഹാമർ ത്രോ? അപ്പം ഷോട്ട് പുട്ട്, ഹാമർ ത്രോ. വേറെ ഒന്നുണ്ട്, ഒരു ഡിസ്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അതെടുത്ത് നമ്മൾ കഴിയും. അതിന് നമ്മൾ എന്താ പറയും? ഡിസ്കസ് ത്രോ. ഏത് സാധനമാണോ കഴിയുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ പേര് വരുന്നത്. ഡിസ്കസ് ത്രോ. വേറെ ഒരു ശൂലം പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ ഇങ്ങനെ എടുത്തറിയും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജാവലിൻ ത്രോ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര എന്ന് പറയുന്ന ആളാണ്. നീരജ് ചോപ്ര ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അമ്മ ഏതിലാ പങ്കെടുത്തെന്ന് പറഞ്ഞു? അത്ലറ്റിക്സിലാന്ന് പറഞ്ഞു. അത്ലറ്റിക്സിൽ ഏതൊക്കെയാ വരുന്നത്? റണ്ണിങ്, ജമ്പിങ്, ത്രോയിങ്. ഇനി അമ്മ സ്പോർട്സിന് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനമായിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഐശ്വര്യ പറഞ്ഞു. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അത് ചെയ്യാനായിട്ട് തോന്നും, പ്രചോദനം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതാരാണ്? സരിത ഗേക്വാദ്. സരിത ഗേക്വാദ്. പുള്ളിക്കാരി ആരാണ്? ഒരു അത്ലറ്റാണ്. എന്തുകൊണ്ടാണ് അവരൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നത്? നമുക്കൊരു പ്രചോദനമാണെന്ന് പറയുന്നത്. ബിക്കോസ് ഷീ വാസ് ബോർൺ ഇൻ എ പുവർ ട്രൈബൽ ഫാമിലി. ഒരു പാവപ്പെട്ട ട്രൈബൽ ഫാമിലിയിലാണ് സരിത ഗേക്വാദ് ജനിച്ചത്. അതുപോലെ തന്നെ അവരുടെ പേരൻസ് എന്തായിരുന്നു? ഫാം ലേബേഴ്സ് ആയിരുന്നു. അവരുടെ ഷീർ ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സ്പോർട്സിൽ പെർഫെക്ഷൻ വേണമെങ്കിൽ, നമ്മൾ സ്പോർട്സിൽ ഉന്നതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ, എല്ലാ തരത്തിലും അതുമായിട്ട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. ഞാൻ അവിടെ എത്തിച്ചേരും, ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ള ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. രണ്ടാമത്തത് ഡിസിപ്ലിൻ, അച്ചടക്കം വേണം. ഇവിടെ പുള്ളിക്കാരിയുടെ ഷീർ ഗ്രിറ്റ് എന്നിവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്?
അവർക്ക് അതിനോടുള്ള അതിയായ പാഷൻ, പ്യുവറായിട്ടുള്ള സ്പിരിറ്റ്. അത് കാരണം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒത്തിരി മെഡലുകൾ ആര് നേടിക്കൊടുത്തു? സരിത ഗെയ്ക്വാദ്. അതിനെക്കുറിച്ചാണ് അമ്മ ഇവിടെ പറയുന്നത്. സരിത ഗെയ്ക്വാദിനെ അറിയപ്പെട്ടിരുന്നത് ഡാൻ എക്സ്പ്രസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഡാൻ എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്? ആ സ്പീഡ് കാരണമാണ് എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്. ഡാൻ എക്സ്പ്രസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കാരണം സരിത ഗെയ്ക്വാദ് ഗുജറാത്തിലുള്ള ഡാൻ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വില്ലേജിലായിരുന്നു. ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? ഡാൻ ഡിസ്ട്രിക്ട്. ഈ ഡാൻ ഡിസ്ട്രിക്ട് എവിടെയാണ്? ഗുജറാത്തില്. ഗുജറാത്തിലുള്ള ഡാൻ ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജിലായിരുന്നു പുള്ളിക്കാരൻ താമസിച്ചത്. അതുകൊണ്ട് അവരെ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഡാൻ എക്സ്പ്രസ്. പുള്ളിക്കാരൻ ലൈഫ് എങ്ങനെയായിരുന്നു? വെരി ടഫ്. എന്തുകൊണ്ടാണ് വെരി ടഫ് എന്ന് പറയുന്നത്? കാരണം ഷീ ഹാഡ് ടു വാക്ക്. ഒത്തിരി ദൂരം നടക്കാമായിരുന്നു. എന്ത്? കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ബെയർ ഫൂട്ടായിട്ട്. എന്താണ് പറയുന്നത്? ബെയർ ഫൂട്ടായിട്ട് ഓവർ ലോങ് ഡിസ്റ്റൻസ് ഒത്തിരി ദൂരം നടക്കണമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ടു കളക്ട് വാട്ടർ ഫോർ ഹർ ഫാമിലി. അവരവിടെ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? കാലിൽ ചെരുപ്പൊന്നും ഇല്ലാതെ ബെയർ ഫൂട്ടായിട്ട് ലോങ് ഡിസ്റ്റൻസ് നടക്കണമായിരുന്നു വാട്ടർ കിട്ടാൻ വേണ്ടി. ആ പോകുന്ന ട്രാക്കുകൾ എങ്ങനെയായിരുന്നു? കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു. അൺഈവൻ ട്രാക്സിലൂടെയായിരുന്നു പുള്ളിക്കാരി പോകുന്നത്. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ, കുന്നും മലയും കയറി ഇറങ്ങുമായിരുന്നു. ഏതാണ്? അപ്പ് ആൻഡ് ഡൗൺ ഹിൽസ്. കയറി ഇറങ്ങി മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങി അൺഈവൻ ട്രാക്സിലൂടെ പോയതുകൊണ്ട് പുള്ളിക്കാരി ശാരീരികമായി എന്തായി? നല്ല സ്ട്രോങ് ആയി. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരു ആരോഗ്യം കാണത്തില്ല. ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ആരോഗ്യം കാണത്തില്ല. നമ്മൾ വെളിയിൽ ഓടാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ഫിസിക്കലി ആരോഗ്യപരമായി എന്താവും? സ്ട്രോങ് ആവും. അതുപോലെ നമ്മുടെ ബോഡി എന്താവും? നല്ല ഫിറ്റ് ആവും. അതുപോലെ നമ്മുടെ മൈൻഡും നല്ല ടഫ് ആവും. ഫിസിക്കലി നല്ല സ്ട്രോങ്, ഫിറ്റ്, ടഫ് ആവും. മനസ്സിലായോ? അപ്പൊ ഇതാണ് സരിത ഗെയ്ക്വാദിനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി സരിത ഗെയ്ക്വാദിനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? സരിത ഗെയ്ക്വാദ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരിത ഗെയ്ക്വാദ് വാസ് എക്സലന്റ് അല്ലെങ്കിൽ എക്സൽഡ് എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കിയായിരുന്നു. ഏതില്? കോക്കോ എന്ന് പറയുന്ന കളി. കോക്കോ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഒരു ട്രഡീഷണൽ ഗെയിമാണ്. ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന്, ഏൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പുരാതന, വെരി ഓൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കളിയാണ് കോക്കോ എന്ന് പറയുന്നത്. അതിൽ വളരെ മിടുക്കിയായിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയപ്പോൾ കോച്ച് പറഞ്ഞു എന്തെടുക്കാൻ? അത്ലറ്റിക്സിൽ ചേരാൻ പറഞ്ഞു. മാത്രമല്ല കോളേജുകാര് നല്ലതാണ്, കാരണം പോർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, നല്ല പോലെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവരുടെ പ്രതിഭ എന്താണ്? അവരുടെ ടാലൻസ് ആര് തിരിച്ചറിഞ്ഞു? റെക്കഗ്നൈസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് സ്പോർട്സ് അതോറിറ്റീസ്. എന്നിട്ട് ട്രെയിനിങ്ങിനായിട്ട് എവിടേക്ക് വിളിച്ചു? നാദിയാദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് നാദിയാദ്. അവിടേക്ക് ട്രെയിനിങ്ങിലേക്ക് ആര് സെലക്ട് ആയി? നമ്മുടെ സരിത ഗെയ്ക്വാദ്. എന്നിട്ട് എന്തൊക്കെയാണ് സരിത ഗെയ്ക്വാദിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്? അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയയിൽ പങ്കെടുത്തു. പക്ഷെ എന്ത് പറ്റി? അന്ന് സമ്മാനങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് പിന്മാറിയോ? ഇല്ല. ജക്കാർത്തയിലെ ഏഷ്യൻ ഗെയിംസില് 4x400 മീറ്റർ റിലേ ടീമില് അവർ ഏത് പ്രൈസ് അടിച്ചു? ഗോൾഡ് എന്ന് പറഞ്ഞ ഏത് പ്രൈസ് ആണ്? ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസിന് ഏത് മെഡലാണ് കൊടുക്കുന്നത്? സിൽവർ. തേർഡ് പ്രൈസിനോ? ബ്രോൺസ്. അപ്പം ജക്കാർത്ത ഏതാണെന്ന് അറിയാമോ? ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ് ജക്കാർത്ത എന്ന് പറയുന്നത്. അവിടെ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസില് 4x400 മീറ്റർ റിലേ ടീമില് ഗോൾഡ് മെഡൽ കിട്ടി. എന്നായിരുന്നു 2018. അപ്പൊ മദർ ഐശ്വര്യ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതൊരു ഇൻസ്പിറേഷൻ ആയത്, ഇതൊരു പ്രചോദനമായത് എന്ന് മനസ്സിലാകുമെന്ന് ചോദിച്ചു. മാത്രമല്ല ഏതൊരു സ്പോർട്സിലും പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം വേണമെന്ന് പറഞ്ഞു. ഒന്ന് ഡിസിപ്ലിൻ, നല്ല അച്ചടക്കമാണ്. രണ്ട് നല്ല ദൃഢനിശ്ചയം, എന്താണ്? ഡിറ്റർമിനേഷൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് സ്പോർട്സിൽ പെർഫെക്ഷൻ, അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യം വേണം. ഒന്ന് ഡിസിപ്ലിനും ഒന്ന് ഡിറ്റർമിനേഷൻ. എന്തിലൊക്കെയാണ് നമുക്ക് ഡിസിപ്ലിൻ വേണ്ടത്? നമ്മൾ ചുമ്മാ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? നമുക്ക് ബോഡി ഫിറ്റ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ, നല്ല അച്ചടക്കത്തോടു കൂടി നമ്മൾ എന്ത് കഴിക്കണം? ഹെൽത്തി ഫുഡ് കഴിക്കണം.
രാവിലെ എല്ലാ ദിവസവും എണീറ്റിട്ട് എന്ത് ചെയ്യുക, നടക്കാൻ പോവുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സർസൈസ് വേണം. എക്സർസൈസ്. പിന്നെ നമുക്ക് എന്ത് വേണം, നല്ല റെസ്റ്റ് വേണം. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്കായി പോകും. നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കണം, റെസ്റ്റ് കൊടുക്കണം. പിന്നെ ഏത് സ്പോർട്സിലാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് സ്പോർട്സിലാണോ നമ്മൾ പങ്കെടുക്കുന്നത് അതിൽ ചുമ്മാ ട്രെയിൻ ചെയ്താൽ പോരാ, കണ്ടിന്യൂസ് ട്രെയിൻ. അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യാം. അപ്പം എന്തൊക്കെയാ നമുക്ക് വേണ്ട ഡിസിപ്ലിനില്? ഹെൽത്തി ഫുഡ് വേണം, ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ്, നല്ല ആഹാരം കഴിച്ചിട്ട് കിടക്കുക, രാവിലെ എണീറ്റ് എന്ത് ചെയ്യുക, നല്ല എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, നല്ല ഉറക്കം വേണം, നല്ല റെസ്റ്റ് വേണം. അതുപോലെ നമ്മൾ എന്ത് സ്പോർട്സ് ആണോ പങ്കെടുക്കുന്നത് അതില് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. കണ്ടിന്യൂസ് ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങള്, ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും ടു അറ്റൈൻ, എത്തിപ്പെടാൻ പെർഫെക്ഷൻ ഇൻ എനി സ്പോർട്സ്. ഇനി അമ്മ എന്താണ് ടീം സ്പിരിറ്റ് എന്ന് ഐഷയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ T20 വേൾഡ് കപ്പ് 2024 T20 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യൻ ടീമാണ് നേടിയത്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻസിയിൽ T20 വേൾഡ് കപ്പ് 2024 നമ്മൾ നേടി. അത് എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്? ആ ടീം സ്പിരിറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. എന്താണ് ടീം സ്പിരിറ്റ്? ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, ഈ കളി ഞാൻ ജയിച്ചിരിക്കും. കാരണം ഈ കളിയുടെ ചില ഘട്ടത്തിൽ എന്താണ്, ഫൈനലിൽ നമുക്കെതിരെ കളിച്ചത് സൗത്ത് ആഫ്രിക്കയാണ്, ഇന്ത്യക്കെതിരെ. ചില ഘട്ടത്തിൽ എന്താണ്, അവർ ജയിക്കുമെന്ന് തോന്നിച്ചു, എന്നാൽ പോലും എന്താണ്, ഇവര് തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ്? അവരുടെ മനോഭാവം എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ്. കാരണം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും, ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ എപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ടീം ജയിച്ചത്. രണ്ടാമതെന്താണ്, നമുക്ക് നമ്മളെ കുറിച്ച് നല്ല ഫീലിംഗ് ഓഫ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഫീലിംഗ് എന്തായിരിക്കണം? എനിക്ക് ജയിപ്പിക്കാൻ പറ്റും. നമുക്ക് നമ്മളെ കുറിച്ച് എന്ത് വേണം? ഒരു അഭിമാനം വേണം, ആത്മാഭിമാനം വേണം. അതിനെ എന്ത് പറയും? ഫീലിംഗ് ഓഫ് പ്രൈഡ്. ഈ പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺസിന്റെ ഗ്രൂപ്പിന് പ്രൈഡ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഫീലിംഗ് ഓഫ് പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാനം വേണം. രണ്ടാമത്, നമ്മൾക്ക് ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ആരായിരിക്കണം? സത്യസന്ധരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത നമുക്ക് വേണം. ലോയൽറ്റി. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ടീം സ്പിരിറ്റിന് വേണ്ടത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഫീലിംഗ് ഓഫ് പ്രൈഡ്, ആത്മാഭിമാനം വേണം, സത്യസന്ധരായിരിക്കണം. ലോയൽറ്റി എന്ന ടീം മെമ്പേഴ്സ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്ന ട്രഡീഷണൽ ഗെയിംസിനെ കുറിച്ച് മദർ ഐഷയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു ട്രഡീഷണൽ ഗെയിമിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏതാണ് ഒരു ട്രഡീഷണൽ ഗെയിം? കോക്കോ. ഇത് ഏത് തരത്തിലുള്ള ഗെയിം ആണെന്ന് അറിയാമോ? ഇതിൽ 9 പേരെ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഗെയിം ആയിരിക്കും? ഒരു ടീം ഗെയിം ആയിരിക്കും. കോക്കോ ഒരു ടീം ഗെയിമാണ്. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ? ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, പുരാതന ഇന്ത്യയിൽ നിന്നും വന്നതാണ് കോക്കോ എന്ന് പറയുന്നത്. എന്താ ട്രഡീഷണൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി നമുക്ക് കിട്ടുന്ന ഗെയിമുകൾ, പരമ്പരാഗതമായി നമ്മൾ പണ്ട് തൊട്ടേ കളിച്ചു വരുന്ന സംഭവം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് ആ ലൊക്കാലിറ്റിയിലുള്ള സാധനങ്ങൾ മാത്രം മതി. നമുക്ക് അഡീഷണൽ ആയിട്ട് ഉള്ള എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ വേണ്ട. അതാണ് ഈ ട്രഡീഷണൽ ഗെയിംസിന്റെ ഒരു പ്രത്യേകത. അതിൽ ഒരെണ്ണമാണ് കുട്ടിയും കോലും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചെറിയൊരു വടിയുണ്ട്, വലിയൊരു വടിയുണ്ട്. ഈ വലിയ വടി വെച്ചിട്ട് നമ്മൾ ഈ ചെറിയ വടിയെ അടിച്ചു തെറിപ്പിക്കണം. ഈ ചെറിയ വടിയെ നമ്മൾ വിളിക്കുന്നു ഗുല്ലി. മറ്റെന്താ അറിയാമോ? ഡണ്ട. ഗുല്ലി ഡണ്ട. ഇത് വെച്ചിട്ട് നമ്മൾ കളിക്കാറുണ്ട്. അപ്പൊ ഇത് എത്രയും ദൂരം പോയി വീഴുന്നു അതിനനുസരിച്ചിട്ടാണ് ആ കളിയിൽ ജയിക്കുന്നത്. അത് ഒന്ന് ഗുല്ലി ഡണ്ട. വേറെ ഒന്നുണ്ട് ലഗോറി എന്ന് പറയും. അച്ഛൻ്റെയൊക്കെ കൊച്ചിലെ കളിച്ചിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ 70s എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7 സ്റ്റോൺ, പരന്ന കല്ലുകളുണ്ട്. പരന്ന കല്ലുകൾ 7 എണ്ണം ഇങ്ങനെ അടുക്കി വെക്കും. 1 2 3 4 5 6 7 ഏറ്റവും ചെറുതിങ്ങനെ മുകളിലോട്ട്. ഈ പരന്ന കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു പന്തുണ്ട്. ഈ പന്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരാൾ എന്ത് ചെയ്യും? ഇതൊരു ടീം ഗെയിമാണ്. എറിഞ്ഞ് ഇത് വീഴ്ത്തും. ഇവിടെ ഒരാളെ പിടിക്കുക. ഇവര് വേറെ ടീമായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് എറിഞ്ഞിട്ടിട്ട് നമ്മൾ ഓടണം. അപ്പൊ ഇവർ ഈ പന്ത് വെച്ചിട്ട് നമ്മൾ എറിയും. അതിന് മുമ്പായിട്ട് നമ്മൾ
ഏഴ് കൊള്ളാതെ നമ്മൾ ഇത് അടുക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് 7 സ്റ്റോൺ അല്ല ഇങ്ങനെ അടുക്കി വെക്കുന്നത്. ആ കളിയാണ് ലഗോറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കും 7 സ്റ്റോൺസ് എന്ന് വിളിക്കാറുണ്ട്. 7 സ്റ്റോൺസ്. വേറെ എന്താണ്? കബഡി. ഒരു വരയാണ്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാം? ഈ വരക്കപ്പുറത്തേക്ക് ഇവിടെ ആൾക്കാരുണ്ട്. ഇത് ഒരു ടീമാണ്. ഇപ്പുറത്തും ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ചെയ്യാം, ഇവിടുന്ന് ആൾക്കാർ ഇവിടെ പോയി ഇവരെ തൊട്ടിട്ട് തിരിച്ചു വരണം. ഇവരെ ഇപ്പുറത്തേക്ക് വിടാതെ ഇവിടെ പിടിച്ചിടുകയാണ് ഇവരുടെ വിജയം. അതാണ് കബഡി എന്ന് പറയുന്ന കളി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രഡീഷണൽ ഗെയിംസിനകത്ത് കോക്കോ ഉണ്ട്. കോക്കോ ഓർക്ക ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതൊരു ടീം ഗെയിമാണ്. ഗുല്ലി ഡണ്ട, ലഗോറി 7 സ്റ്റോൺസ് എന്നറിയപ്പെടും. ഗുല്ലി ഡണ്ട എന്താണ്? കുട്ടിയും കോലും. ഇത് കബഡി. അപ്പം ഇത്രയാണ് ട്രഡീഷണൽ ഗെയിംസ്: കോക്കോ, ഗുല്ലി ഡണ്ട, ലഗോറി, കബഡി. ഓക്കെ, നമ്മൾ പറഞ്ഞു കോക്കോ ഒരു ട്രഡീഷണൽ ഗെയിമാണ്. അതൊരു ടീം ഗെയിമാണ്. ടീം ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടീമിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ എത്ര പ്ലേയേഴ്സ് ആണ് ഒരു ടീമിലുള്ളത്? കോക്കോ ടീമില് 9 പേര്. അതിന് ഒരു ടീമിനെ നമ്മൾ വിളിക്കും, അവരാണ് ഓടി മറ്റുള്ള ആളുകളെ പിടിക്കാൻ പോകുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേസേഴ്സ്. എന്താണ്? ചേസേഴ്സ്. ചേസേഴ്സ് ഗ്രൗണ്ടിന്റെ അകത്തായിരിക്കും. ആ വെളിയിൽ നിന്ന് 3 പേരാണ് അകത്തേക്ക് വരുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡിഫൻഡേഴ്സ്. ഡിഫൻഡേഴ്സ്. അപ്പൊ ഒരു ടീമിനെ നമ്മൾ വിളിക്കും ചേസേഴ്സ്, മറ്റൊരു ടീമിനെ നമ്മൾ വിളിക്കും ഡിഫൻഡേഴ്സ്. ഈ ചേസേഴ്സ് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ അകത്ത് 2 പോളുണ്ട്. 2 കമ്പിങ്ങനെ കുത്തിയിരിക്കുക. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കാം. ഓരോരുത്തർ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8 പേര്. ഇവിടെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ പേരിട്ടു. A, B, C, D, E, F, G, H. അപ്പൊ ഒരു ടീമിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്ര പേരേ ഉള്ളൂ? ഇവിടെ എത്ര പേരാ ഉള്ളത്? 8 പേരേ ഉള്ളൂ. ഈ 8 പേര് എങ്ങനെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് അറിയാമോ? They will sit on their knees. ഈ 8 പേര് അവർ നീസിലിരിക്കുക എന്നാ പറയുന്നത്. നീസിൽ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരിക്കും. ഈ മുട്ടുകുത്തിയിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കണ്ടോ? എ ഇങ്ങോട്ടാ നോക്കുന്നെങ്കിൽ ബി അങ്ങോട്ട് നോക്കും, സി ഇങ്ങോട്ട് നോക്കും. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തിരിക്കുന്നവർ. സക്സസീവ് പ്ലേയേഴ്സ് ഫേസിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എ ഇങ്ങോട്ടാണെങ്കിൽ സി ഇങ്ങോട്ടായിരിക്കും, ഡി ഇ ഇങ്ങോട്ടായിരിക്കും, ജി ഇങ്ങോട്ടായിരിക്കും. അങ്ങോട്ട് നോക്കുന്നവരാണ് ഇതിന്റെ തൊട്ടപ്പുറത്തപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, തൊട്ടടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ. ബി എ, ഡി എ, എഫ്, എച്ച്. ഇവരിത്ര എന്താണ്? അങ്ങോട്ട് നോക്കും. അപ്പൊ 8 പ്ലേയേഴ്സ്. The chasers sit on their knees. അവര് മുട്ടുകുത്തിയിരിക്കും. ചേസേഴ്സ്. ഇവിടെ 2 പോളുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് 8 പേരിരിക്കുന്നത്. അവര് എത്ര പേരായിരിക്കുന്നത്? 8 പേര്. 8 in a row with successive players facing opposite direction. ഈ അടുത്തടുത്തിരിക്കുന്നവർ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞു 9 പ്ലെയർ ആണല്ലോ. 9ാമത്തെ ആളാണ് ഇരിക്കുന്നത്. The 9th player stands at one end of a pole. ഈ പോളിന്റെ ഒരു സൈഡില് 9th player ഇരിക്കുന്നു. 9th player stands at one end of a pole and starts the game. പുള്ളിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ തൊടും. അപ്പൊ അവര് പോകും. എന്നിട്ട് പുള്ളി അവിടെ വന്നിരിക്കണം. ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിൽ വന്നിരിക്കണം. അപ്പോൾ 9 പ്ലേയേഴ്സ് ഉണ്ട്. ഒരു ടീമിനെ നമ്മൾ വിളിക്കും ചേസേഴ്സ്, മറ്റേ ടീമിനെ എന്തിനു വിളിക്കും? ഡിഫൻഡേഴ്സ് എന്ന് വിളിക്കും. ഡിഫൻഡേഴ്സ് എത്ര പേരാണ്? ഡിഫൻഡേഴ്സ് 9 പേര് തന്നെയാണ്. 1, 2, 3, അടുത്ത 3, അടുത്ത 3. ഇവരിങ്ങനെ 3 പേരായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. ഈ ഫീൽഡിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത്. ഇവര് എത്ര പേരുണ്ട്? 9 പേരുണ്ട്. ഈ ഡിഫൻഡേഴ്സ് enters the field in a group of 3. 3 പേരായിട്ട് അവര് ഇറങ്ങും. ഈ 3 പേര് ആദ്യം ഇറങ്ങും. അത് കഴിഞ്ഞ് അടുത്ത 3 പേര് ഇറങ്ങും. അടുത്ത 3 പേര് ഇറങ്ങും. They can run anywhere on the field. അവർക്ക് എവിടെ വേണമെങ്കിലും ഓടാം. ഈ ഡിഫൻഡേഴ്സിന് എവിടെ വേണമെങ്കിലും ഓടാം. They can run anywhere on the field. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? However, എന്നാൽ they have to make sure that ഡിഫൻഡേഴ്സിന്റെ പ്രത്യേകത എന്താണ്? They have to make sure that no chasers touch them. Chasers അവരെ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? And they are declared out.
അവരെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സ് ഔട്ടായിരുന്നു. അപ്പം 9 പ്ലെയറാണ് ഒരു ടീമിലുള്ളത്. ഒരു ടീമിനെ നമ്മൾ വിളിക്കും ചേസേഴ്സ്, മറ്റു ടീമിനെ നമ്മൾ വിളിക്കും ഡിഫൻഡേഴ്സ്. ഈ ചേസേഴ്സ് എങ്ങനെയാണ്? അവര് മുട്ടിലായിരിക്കും ഇരിക്കുന്നത്. they sit on their knees. എങ്ങനെയാണ്? 8 in a row. അതിന് സക്സസീവ് പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. 8 ആണെങ്കിൽ ഒരു റോയിൽ, മറ്റേ ആൾ അവിടെ നിൽക്കും, അയാൾ ബോളിന്റെ അടുത്ത് നിൽക്കും ആൻഡ് സ്റ്റാർട്ട്സ് ദ ഗെയിം. ഡിഫൻഡേഴ്സ് എങ്ങനെയാണ്? 3 പേരായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങും. they can run anywhere on the field. പക്ഷെ അവര് ഉറപ്പുവരുത്തുന്നത് എന്താണ്? അവരെ ചേസേഴ്സ് ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഔട്ടാവും. അപ്പൊ നമ്മുടെ എയിം, ഈ കളിയുടെ പ്രധാന ലക്ഷ്യം, എയിം എന്താണ്? ഈസ് ടു ഗെറ്റ് ദ ഡിഫൻഡേഴ്സ് ഔട്ട്. ഡിഫൻഡറിനെ തൊട്ട് ഔട്ടാക്കുക ആസ് ക്വിക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ആരെ അവർ ഔട്ടാക്കുന്നു, തൊട്ട് ഔട്ടാക്കുന്നു, അവരാണ് ജയിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ പിടിക്കുക. ഇതാണ് കോക്കോ എന്ന് പറയുന്നത്. അപ്പൊ 9 പ്ലേയേഴ്സ് ആണ് ടീമിലുള്ളത്. ഒരു ടീമിനെ നമ്മൾ ചേസേഴ്സ് എന്ന് വിളിക്കും, മറ്റേ ടീമിനെ നമ്മൾ ഡിഫൻഡേഴ്സ് എന്ന് വിളിക്കും. അതിന്റെ എയിം എന്താണ്? ചേസേഴ്സ് ഡിഫൻഡേഴ്സിനെ ഔട്ട് ആക്കുക എത്രയും പെട്ടെന്ന്, ക്വിക്ലി ആസ് പോസിബിൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാർഷ്യൽ ആർട്ട് ഫോംസിനെ കുറിച്ച് നോക്കാം. എന്താണ് മാർഷ്യൽ ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞാൽ? ആയോധന കല എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഡിഫൻസിനായിട്ട് അല്ലെങ്കിൽ അറ്റാക്കിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊരു ആർട്ട് ഫോമാണ്. അതിനെ നമ്മൾ പറയുന്നതാണ് മാർഷ്യൽ ആർട്ട് ഫോം. മാർഷ്യൽ ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമ്മൾ ബ്രൂസ്ലിയുടെ ഏതാണ്? കരോട്ട ഏതാണ്? ആരുടെ ആയോധന കലയാണ്? ജപ്പാന്റെ വേറൊരു ആയോധന കലയുണ്ട്, ജൂഡോ. പിന്നെ കുങ്ഫു ഉണ്ട്. കുങ്ഫു ഇതെല്ലാം ആയോധന കലകളാണ്. കുങ്ഫു ചൈനക്കാരാണ്. അതുപോലെ തായ്ക്കോണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് നമ്മുടെ കൊറിയക്കാരാണ്. അതിലൂടെ ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇനി കേരളത്തിന്റെ ഒരു മാർഷ്യൽ ആർട്ട് ഫോം ഉണ്ട്. ഏതാണ്? കളരിപ്പയറ്റ്. അപ്പം കേരളത്തിന്റെ മാർഷ്യൽ ആർട്ടാണ് കളരിപ്പയറ്റ്. അപ്പൊ അത് നമ്മൾ എന്താണ്, വാളൊക്കെ ഉള്ള ഇതുണ്ട്, പയറ്റുണ്ട്. അതിന് പരിചയം എന്ന് പറയും. അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംഭവം വാളും പരിചയം. അപ്പം അത് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തമിഴ്നാടിലുണ്ട്. അത് അവർ ബാമ്പു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ തമിഴ് ലാംഗ്വേജില് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു എന്നുള്ള അർത്ഥം വരുന്നതാണ്. ബാമ്പു, അത് മൗണ്ടൻ ബാമ്പു എന്നാണ് അതിനെ പറയുന്നത്. അപ്പം സിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ എന്നാണ്. സിലംബം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ മാർഷ്യൽ ആർട്ട് സിലം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടൻ. ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു. മനസ്സിലായോ? അപ്പം തമിഴ്നാടിന്റെ മാർഷ്യൽ ആർട്ടാണ് ഇത് സിലംബം. കേരളത്തിന്റെ ഏതാണ്? കളരിപ്പയറ്റ്. അതുപോലെ പഞ്ചാബിന്റെ ഉണ്ട്. പഞ്ചാബി ലാംഗ്വേജില് നമ്മൾ സംസ്കൃതി എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഗദ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്ന ഗാക്ക എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വുഡൻ സ്റ്റിക്കാണ്. ഈ വുഡൻ സ്റ്റിക്കിൽ എന്ത് ചെയ്യും? നല്ല മൾട്ടി കളറുള്ള ത്രെഡ് ഒക്കെ വെച്ചിട്ട് ചുറ്റി, പഞ്ചാബി സ്റ്റൈലിൽ ചുറ്റിയാണ് അവര് ഈ മാർഷ്യൽ ആർട്ട് ഫോം കാണിക്കുന്നത്. അപ്പം കേരളത്തിന് കളരിപ്പയറ്റ്, തമിഴ്നാടിന് സിലംബം എന്ന് പറഞ്ഞ ബാമ്പു വെച്ചിട്ടാണ്. അതാണ് ബാം. സിലം എന്ന് പറഞ്ഞാൽ മൗണ്ടനാണ് ആ ഭാഷയിലുള്ളത്. പഞ്ചാബി ലാംഗ്വേജ് ഗാക്ക എന്ന് പറഞ്ഞാൽ ഗദ, വുഡൻ സ്റ്റിക്ക് എന്നാണ് അർത്ഥം. മണിപ്പൂരിന്റെ ആണ് ഹൂയൻ ലാംഗ്ലോൺ. എന്താണ്? ഹൂയൻ ലാംഗ്ലോൺ. മണിപ്പൂരി ലാംഗ്വേജ് ഉണ്ട്. മണിപ്പൂരി ലാംഗ്വേജിന് നമ്മള് മെയ്റ്റി എന്നാണ് പറയുന്നത്. മെയ്റ്റി ലാംഗ്വേജിൽ ഹൂയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ എന്നാണ് അർത്ഥം, യുദ്ധം. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല. ഈ ഹൂയൻ ലാംഗ്ലോ എന്ന് പറയുന്നത് ആംഡായിട്ടുള്ളതുകൊണ്ട് അണ്ണാംഡായിട്ടുള്ളതുണ്ട്. ആംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയുധം യൂസ് ചെയ്യുന്നത്. അണ്ണാംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുധം യൂസ് ചെയ്യാത്ത. ആയുധം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് സ്പിയർ എന്ന് പറഞ്ഞാൽ കുന്തം, സോഡ്, വാള്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആംഡും ഉണ്ട് അണ്ണാംഡും ഉണ്ട്. ആംഡായിട്ടുള്ളത് യൂസ് ചെയ്യുന്നത് സ്പിയറും സോഡും ഒക്കെയാണ്. അത് നമുക്ക് വേണ്ട. മാർഷ്യൽ ആർട്ട് ഫോംസിൽ ഏതൊക്കെയാണുള്ളത്? കേരളത്തിന് കളരിപ്പയറ്റ്, തമിഴ്നാടിന് സിലംബം, പഞ്ചാബിന് ഗാക്ക, മണിപ്പൂരിന് ഹൂയൻ ലാംഗ്ലോ. ഓക്കെ,
അമ്മ ഇനി സ്പോർട്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച്, അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, ഇപ്പൊ നമുക്കൊരു വിശ്രമവേളകൾ കിട്ടിയാൽ, നമ്മുടെ സിനിമയ്ക്കത് പറയുന്നുണ്ട്, വിശ്രമവേളകൾ ആനന്ദകരമാക്കുക. ഇപ്പൊ നമുക്ക് വിശ്രമവേളകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, പ്ലേ സ്റ്റേഷനിലോ മൊബൈലിലോ. അപ്പൊ നമ്മുടെ ലൈഫ് എന്തായി? സെഡൻഡറി ലൈഫായി. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ ഇരുന്ന് കളിക്കുക, അവിടെ തന്നെ ഇരിക്കുക, ഒന്നും ശരീരമേ അനങ്ങില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താണ്? അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം പിടിവരും. എപ്പോഴും നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ മെന്റലി നല്ല സ്ട്രോങ് ആവും. എന്ന് പറഞ്ഞാൽ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. അതിന് എന്ത് വേണം? സ്പോർട്സ്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്? എന്താണ് അതിന്റെ നേട്ടം? അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളെ ഫിറ്റാക്കും. എങ്ങനെയൊക്കെ ഫിറ്റാക്കും? ആരോഗ്യപരമായും മാനസികപരമായും, ഫിസിക്കലി, ഹെൽത്ത് വൈസ്, മെന്റലി. ഇപ്പൊ രണ്ടു തരത്തിൽ നമ്മൾ ഫിറ്റ് ആവും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവും, മെന്റലി ഫിറ്റ് ആവും. എങ്ങനെയാണ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവുന്നത്? കാരണം നമ്മൾ ഓടാനും ചാടാനും സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? യു സ്ലീപ്പ് വെൽ. നമുക്ക് നല്ല ഉറക്കം കിട്ടും. നമുക്കൊരു 7 to 9 hours ഓഫ് സ്ലീപ്പ് വേണം. അപ്പൊ നല്ല ഉറക്കം കിട്ടും. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ആരോഗ്യപരമായിട്ട് ഇരിക്കുക. നമ്മൾ ഓടി ചാടിയൊക്കെ വന്നിട്ടിരിക്കുകയാണ്. നമ്മൾ അത് കഴിഞ്ഞ് വന്ന് എല്ലാം ഓർത്തെടുക്കുമ്പോൾ എന്താണ്? എല്ലാം നേരത്തെ ഉള്ള ഓർമ്മയെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. യു റിമെമ്പർ മോർ. കൂടുതലായിട്ട് നമുക്ക് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പഠിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. യു സ്റ്റഡി ബെറ്റർ. നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇത് കണ്ടോ? ഇത് രണ്ടും നല്ല കണക്ക് ഓർമ്മശക്തി കൂടും എന്ന് പറഞ്ഞ് നമുക്ക് നല്ല കണക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇതിനെക്കാട്ടും ഏറ്റവും നല്ലൊരു ഗുണം എന്തോന്നറിയാമോ കുട്ടികൾക്ക്? യു മേക്ക് മോർ ഫ്രണ്ട്സ്. കളിക്കാൻ പോകുമ്പോൾ ടീം സ്പോർട്സിൽ പോകുമ്പോൾ എന്താണ്? നമുക്ക് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും. അപ്പം യു സ്ലീപ് വെൽ, യു റിമെമ്പർ മോർ, യു സ്റ്റഡി ബെറ്റർ, യു മേക്ക് മോർ ഫ്രണ്ട്സ്. ഇങ്ങനെ ആകുമ്പോൾ എന്താവും? യു സ്റ്റേ ഹാപ്പി. വളരെയധികം സന്തോഷമായി മാറും നമുക്ക്. ശരിയല്ലേ? ഇനി മെന്റലി നമ്മൾ എങ്ങനെയാണ് ഫിറ്റാക്കുന്നത്? ദയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈൻഡ്നെസ്. എന്നാൽ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മൾ ദയയുള്ളവരായി തീരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എതിരാളി എന്താണ്? കാലിൽ വെക്കിയോടെ വീട് കിടക്കണം, അവൻ അങ്ങനെ തന്നെ കിടക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു റിയൽ സ്പോർട്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ അയാളെ പോയി നോക്കും, അയാൾക്ക് വേണ്ട ആവശ്യങ്ങൾ, ആ ഫിസിയോ ആള് വരുന്നിടം വരെ നമ്മൾ അയാളെ സഹായിക്കും. അതാണ് കൈൻഡ്നെസ്. പിന്നെന്താണ്? ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയർനെസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അമ്പയറായിട്ട് നിൽക്കുക, ഞാൻ നോക്കുമ്പോൾ എന്റെ കൂട്ടുകാരനാണ് അവിടെ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അയാളോട് എന്താണ്? ഒരു ഫേവറേറ്റിസമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അയാൾ ഔട്ട് ആയാലും ഞാൻ ഔട്ട് വിളിക്കാൻ പറ്റും, അവ ഔട്ടല്ലെന്ന് പറയാം. അത് ന്യായമല്ല. അപ്പൊ എന്താണ്? നമ്മൾ ഒരു തരത്തിലും ഫേവറേറ്റിസമോ ഡിസ്ക്രിമിനേഷനോ ഒരു സ്പോർട്സിൽ കാണിക്കില്ല. അതാണ് യഥാർത്ഥ ടീം സ്പിരിറ്റ്, അല്ലെങ്കിൽ യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ എന്താണ്? ഫെയർനെസ് നമ്മൾ പഠിക്കും, കൈൻഡ്നെസ് നമ്മൾ പഠിക്കും, നീതി. എന്താണ്? നമ്മൾ വേറെ ചവിട്ടി വീഴ്ത്തിയിട്ടല്ല ഗോൾ അടിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് വേണം ഗോൾ അടിക്കാൻ. അതുപോലെ തന്നെ എന്താ പറയാ? അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ അമ്പയറുമായിട്ട് പോയി വഴക്കുണ്ടാക്കുക, അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ നീതിപൂർവമായിട്ട്, നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിപൂർവമായിട്ട് നമ്മൾ കളിക്കുക. അപ്പൊ എന്ത് വേണം? ഇതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വരുന്നതാണ്. അപ്പൊ എന്താണ്? കൈൻഡ്നെസ്, ഫെയർനെസ്, ജസ്റ്റിസ്. പിന്നെ നമ്മൾ എന്താണ്? നമ്മുടെ ടീം മെമ്പേഴ്സിനോട് എങ്ങനെയുള്ളവരായിരിക്കണം? അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സത്യസന്ധതയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലോയൽറ്റി. ഇപ്പൊ എന്തൊക്കെയാ പഠിക്കുന്നത്? കൈൻഡ്നെസ്, ഫെയർനെസ്, ജസ്റ്റിസ്, ലോയൽറ്റി. അപ്പൊ നമ്മൾ എന്താവും? മെന്റലി നല്ല ഫിറ്റ് ആവും. നമുക്ക് നല്ല ശീലങ്ങളെല്ലാം വരും. എവിടെ നിന്ന്? സ്പോർട്സിൽ നിന്ന്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആള്
നമ്മുടെ ക്രിക്കറ്ററാണ്. നമ്മൾ പറഞ്ഞായിരുന്നു T20 വേൾഡ് കപ്പ് 2024 T20 വേൾഡ് കപ്പില് T20 വേൾഡ് കപ്പ് നമ്മളാണ് വിജയിച്ചതെന്ന് പറഞ്ഞു. ഈ T20 വേൾഡ് കപ്പിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ക്ലബ് മാച്ച് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് IPL. IPL എന്ന് പറയുന്ന ക്ലബ് മാച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റൺ എടുത്ത ആളാണ് ആര്? വിരാട് കോഹ്ലി. പക്ഷെ അത് ഇന്ത്യയിലാണ് മത്സരം നടന്നത്. അത് കഴിഞ്ഞ് പുള്ളി എവിടെ പോയി? USA പോയി കളിച്ചു. എല്ലാ കളിയും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പിന്മാറിയോ? ഇല്ല. വീണ്ടും 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 പ്രാക്ടീസ് ചെയ്തു. സെമി ഫൈനൽ വരെ പുള്ളി നല്ല രീതിയിൽ കളിച്ചില്ല. എല്ലാവരും പറഞ്ഞു പുള്ളിയെ മാറ്റണം, പുള്ളി ഓപ്പണിംഗ് ഇറങ്ങരുത്, ആദ്യമേ ഇറങ്ങുന്നതിനാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നതെന്ന് പറയുന്നത്, ഇറങ്ങരുത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ T20 വേൾഡ് കപ്പിൽ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഏറ്റവും കൂടുതൽ റൺ എടുത്തത് ആരാണ്? വിരാട് കോഹ്ലി. കാരണം പുള്ളി അത്രയും കളിയിലും പരാജയപ്പെട്ടിട്ടും പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയില്ല. കണ്ടിന്യൂസ് ട്രെയിനിങ് നിർത്തി. പുള്ളി പരാജയം എന്താണ്? ഞാൻ ഇന്ന് പരാജയപ്പെട്ടു, ഇനി ഒരിക്കലും ഞാൻ ജയിക്കത്തില്ല, ഞാൻ ഇന്ന് പാടിയത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഞാൻ പാട്ട് പാടുന്നില്ല എന്നല്ല. ആ പരാജയം നമ്മൾ അംഗീകരിക്കുക. ഓക്കെ, ഇറ്റ് ടീച്ചസ് us to accept failure. പരാജയം നമ്മൾ അംഗീകരിച്ചു. വീണ്ടും ട്രൈ ചെയ്യുക. ട്രൈ അഗൈൻ ആൻഡ് കം ബാക്ക് വിത്ത് സക്സസ്. അത്രയും മത്സരത്തിൽ ബാഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും മാൻ ഓഫ് ദ മാച്ച് ഫൈനലിൽ ആരായി? വിരാട് കോഹ്ലി ആയി. എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്പോർട്സ് ടീച്ചേഴ്സ് ഹിം ടു അക്സെപ്റ്റ് ഫെയിലിയർ ആൻഡ് ട്രൈ അഗൈൻ ആൻഡ് കം ബാക്ക് വിത്ത് സക്സസ്. അപ്പൊ എന്തൊക്കെയാണ് സ്പോർട്സിന്റെ അഡ്വാൻറ്റേജസ്? നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മളെ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആക്കുന്നു. എങ്ങനെയാണ് ഫിസിക്കലി ഫിറ്റ് ആക്കുന്നത്? നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നു, യു സ്ലീപ് വെൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നു, റിമെമ്പർ മോർ. അപ്പൊ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റും, സ്റ്റഡി ബെറ്റർ, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നല്ല ഹാപ്പി ആയി മാറും. സ്റ്റേ ഹാപ്പി. അതുപോലെ എന്താ മെന്റലി ഫിറ്റ്നസിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നത്? കൈൻഡ്നെസ്, ഫെയർനെസ്, ജസ്റ്റിസ്, ദയുള്ളവരായിരിക്കും, ന്യായത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നവരായിരിക്കും, എല്ലാവരും റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്ന ആൾക്കാരായിരിക്കും. ജസ്റ്റിസ്, നീതി, ന്യായം, ദയ, സത്യസന്ധത, ലോയൽറ്റി. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടീച്ചേഴ്സ് us to accept failure. ഇന്ന് ഞാൻ തോറ്റെന്ന് പറഞ്ഞ് അതെന്റെ ജീവിതത്തിലെ തോൽവിയല്ല, അത് ഇപ്പോഴത്തെ മാത്രം കാര്യമാണ്. ഇനിയും ഞാൻ ട്രൈ ചെയ്യും, ഞാൻ വിജയത്തിലേക്ക് തിരിച്ചെത്തും. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് അമ്മ ഇതിൽ പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മള് ലെഷർ ആക്ടിവിറ്റീസ്, മൂവീസും വീഡിയോ ഗെയിംസിലും മാത്രം ഒതുക്കി ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആകാതെ നമ്മൾ എന്തിലേക്ക് വരണം? ആക്റ്റീവായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി മാറണം എന്നാണ് അമ്മ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കപ്പോ എല്ലാത്തിനും ഒരു ഓവർവ്യൂ കൂടെ ഒന്ന് നോക്കാം. ഗെയിംസും സ്പോർട്സും, എത്ര തരത്തിലുള്ള ഗെയിംസ് സ്പോർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് ഗെയിംസ്. ടീം സ്പോർട്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്പോർട്സ് ഉണ്ട്. ടീം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ടീമായിട്ട് നമ്മൾ കളിക്കുന്നു. ഇൻഡിവിജ്വൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നു. ടീം സ്പോർട്സിന് എക്സാമ്പിൾ ആണ് ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോൾ ഒക്കെ. ഇൻഡിവിജ്വൽ സ്പോർട്സിന് എക്സാമ്പിൾ ആണ് ചെസ്, റെസ്ലിംഗ്, ബോക്സിംഗ്, ഗോൾഫ് ഒക്കെ വരുന്നത്. ടീം സ്പിരിറ്റ് എങ്ങനെ ആയിരിക്കണം? നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, നമുക്ക് നല്ല ആത്മാഭിമാനം വേണം, ഫീലിംഗ് ഓഫ് പ്രൈഡ് വേണം, നമ്മൾ നല്ല സത്യസന്ധരായിരിക്കണം, ലോയൽറ്റി ആണ് ടീം മെമ്പേഴ്സ്. അത് ഇത്രയാണ് ചെയ്യുന്നതാണ് എന്ത് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? നമുക്ക് ഒരു സ്പോർട്സിന് സെക്കൻഡ് വൺ ടു അറ്റൈൻ പെർഫെക്ഷൻ ഇൻ എനി സ്പോർട്സ്. ഏത് സ്പോർട്സിലും നമുക്ക് പെർഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന് എന്താണ്? ഡിസിപ്ലിൻ, അച്ചടക്കം. രണ്ട്, ദൃഢനിശ്ചയം, എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ള ഡിറ്റർമിനേഷൻ. ഡിസിപ്ലിൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രാവിലെ എണ്ണീറ്റ് ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് എക്സസൈസ് ചെയ്യണം. അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കണം. ഹെൽത്തി ഫുഡ് രാവിലെ, അതിൽ നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. ഡോണ്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ്? ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് രാത്രി മുഴുവൻ നമ്മൾ ഫാസ്റ്റിംഗിലാണ്, അതിനെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ കഴിക്കുന്ന ഫുഡൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം? ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒന്നും അല്ല കഴിക്കേണ്ടത്. ഹെൽത്തി ഫുഡ് വേണം കഴിക്കാൻ, ആഡക്വേറ്റ് എക്സസൈസ് വേണം, നല്ല റെസ്റ്റ് വേണം. അതുപോലെ തന്നെ ട്രെയിനിങ്, ചുമ്മാ ട്രെയിൻ ചെയ്തപ്പോഴാ കണ്ടിന്യൂസ് ട്രെയിനിങ്, എന്നാലേ നമുക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മൾ തേടായിട്ട് പറഞ്ഞതാണ് ലോക്കൽ ആൻഡ് ട്രഡീഷണൽ ഗെയിംസ്. എന്താണ് ലോക്കൽ ഗെയിംസിൽ വരുന്നത്? ഗുല്ലി ഡണ്ട, കുട്ടിയും കോലും, ലഗോറി, കബഡി, പിന്നെ കോക്കോ. കോക്കോയ്ക്കകത്ത് 9 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമില് ചേസേഴ്സും ഉണ്ട്, ഡിഫൻഡേഴ്സും ഉണ്ട്.
പിന്നെ വരുന്നത് മാർഷ്യൽ ആർട്ട് ഫോംസ്. കേരളത്തിന്റെ ഏതാണ്? കളരിപ്പയറ്റ്. തമിഴ്നാടിന്റെ ഏതാണ്? ബാമ്പു വെച്ചിട്ടുള്ള സിലമ്പം. പിന്നെ പഞ്ചാബിന്റെ ഉടൻ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഗദ എന്നുള്ള വാക്ക് സംസ്കൃതിയിൽ നിന്നുള്ള പഞ്ചാബി ഭാഷയിൽ അതെങ്ങനെ ഒരു ഗാക്ക. പിന്നെ മണിപ്പൂരിന്റെ ഏതാണ്? പൂയൻ ലാൻഡ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ലോക്കൽ ആൻഡ് ട്രഡീഷണൽ ഗെയിംസ്, മാർഷ്യൽ ആർട്ട് ഫോംസ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജസ് ഓഫ് സ്പോർട്സ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഒന്ന്, നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു, അതുപോലെ തന്നെ മെന്റലി ഫിറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ മെന്റലി നല്ല സ്ട്രോങ് ആക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകുന്നത്? നല്ല സ്ലീപ്പ്, നമ്മൾ ഹെൽത്തിയർ ആകുന്നു, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നു, നേരത്തെക്കാട്ടിലും റിമെമ്പർ മോർ, നല്ലോണം പഠിക്കാൻ പറ്റുന്നു. ഈ റിമെമ്പർ ചെയ്യുന്നത് എന്താണ്? സ്റ്റഡി ബെറ്റർ, അതുപോലെ തന്നെ മേക്ക് മോർ ഫ്രണ്ട്സ്. അപ്പൊ എന്താകുന്നു? നമ്മൾ നല്ല ഹാപ്പി ആകുന്നു, സ്റ്റേ ഹാപ്പി. എങ്ങനെയാണ് മെന്റലി ഫിറ്റ് ആകുന്നത്? ദയ, നീതി, ന്യായം, സത്യസന്ധത, കൈൻഡ്നസ്, ഫെയർനെസ്, ജസ്റ്റിസ്, ലോയൽറ്റി, ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. അപ്പോഴും എന്താണ്? നമ്മൾ സ്റ്റേ ഹാപ്പി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ഇപ്പോഴത്തെ തോൽവി ഇപ്പോഴത്തെ മാത്രം തോൽവിയാണ്. ഞാൻ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വിജയിക്കാനുള്ള ആളാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ്? സ്പോർട്സ്. ഇറ്റ് ടീച്ചസ് us to accept failure and try again. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആൻസർ ദ ഫോളോയിങ് നോക്കാം. അതിൽ ഒന്നാമത്തെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടീം സ്പോർട്സ് ആൻഡ് ഇൻഡിവിജ്വൽ സ്പോർട്സ് വിത്ത് 2 എക്സാമ്പിൾസ് ഈച്ച്. ഓരോന്നിലും 2 എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ പറ്റും. ടീം സ്പോർട്സ് ആർ സ്പോർട്സ്. രണ്ടും എന്താണ്? സ്പോർട്സ്. ടീം സ്പോർട്സ് ആർ സ്പോർട്സ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്പോർട്സ് ആർ സ്പോർട്സ്. ടീം സ്പോർട്സ് ആർ സ്പോർട്സ് ദാറ്റ് ആർ പ്ലേഡ് ഇൻ എ ടീം. എക്സാമ്പിൾ ഏതാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ. ഇൻഡിവിജ്വൽ സ്പോർട്സ് ആർ സ്പോർട്സ് ദാറ്റ് ആർ പ്ലേഡ് ബൈ one person. Example, golf, boxing. What is team spirit? നമ്മൾ പറഞ്ഞു team spirit is the positive attitude. പിന്നെന്താണ്? a feeling of pride. പിന്നെന്താണ്? loyalty among members. Okay? Third one, write 4 sentences about Sarita Gaekwad. നമ്മൾ പറഞ്ഞു she was born in a poor tribal family. Sarita Gaekwad was born in a poor tribal family. She is called the Dan Express. Dan district ഗുജറാത്തിലെ ഡാൻ ഡിസ്ട്രിക്റ്റിലെ വില്ലേജിൽ നിന്നാണ് പുള്ളിക്കാരി വരുന്നത്. She had a very tough life. എന്തുകൊണ്ടാണ് ടഫ് ലൈഫ് എന്ന് പറയുന്നത്? She had to walk long distance to collect water for her family. അതുപോലെ തന്നെ ഇനിഷ്യലി ഇൻ കോളേജിൽ എങ്ങനെയായിരുന്നു തുടക്കത്തില്? she was able to win all events without having proper running shoes. നല്ല ഷൂസ് ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും എന്താണ്? ഇനിഷ്യലി ഇൻ കോളേജ് she was able to win all events without having proper running shoes. She won gold medal in the 4x400 meters relay team at the 2018 Asian Games. About 4 sentences ആണ്. Sarita was born in a poor tribal family. She is called the Dan Express. She had a very tough life. എന്തുകൊണ്ടാണ് നമ്മൾ നോക്കും? She won gold medal in the 4x400 meters relay team at the 2018 Asian Games. Okay. നാലാമത്തെ, give 4 examples of martial art forms in India. ഏതൊക്കെയാണ്? കേരളത്തിൽ നമ്മുടെ ഏതാണ്? കളരിപ്പയറ്റ്. തമിഴ്നാട്ടിലെ ഏതാണ്? സിലമ്പം. പഞ്ചാബിലെ ഗാക്ക. മണിപ്പൂരിന്റെ പൂയൻ ലാൻഡ്ലോ. ഗാക്ക എന്ന് പറഞ്ഞാൽ ഏത് വാക്കിൽ നിന്നാണ്? ഗദ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന്. പൂയൻ ലാൻഡ്ലോ എന്ന് പറയുന്നത് വാർ ആർട്ട്. സിലമ്പം എന്ന് പറയുന്നത് ബാമ്പു, മൗണ്ടൻ ബാമ്പു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിന്റെ കളരിപ്പയറ്റ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ 4 എക്സാമ്പിൾസ് ഓഫ് മാർഷ്യൽ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ. ഇനി അഞ്ചാമത്, ഹൗ ഈസ് കോക്കോ പ്ലേ? നമ്മൾ പറയായിരുന്നു കോക്കോ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്ന ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്ന ഒരു ട്രഡീഷണൽ ഗെയിമാണ്. സോ കോക്കോ ഹാസ് 9 players in a team. എത്ര പേരാണ്? 9 പേര്. One team is called the chasers. ഒരു ടീമിനെ നമ്മൾ വിളിക്കുന്നത് chasers എന്ന് വിളിക്കും. മറ്റൊരു എന്താ വിളിക്കുന്നത്? And the other is called the defenders. Chasers എന്താ ചെയ്യുന്നത്? They sit on their knees. അവര്
മുട്ടുകാലിൽ ഇരിക്കും. എങ്ങനെയാണ് ഒരു റോയിൽ എത്ര പേരുണ്ട്? 8 പേര്. 8 in a row with successive players facing opposite direction. തൊട്ടടുത്തിരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 8 പേര്, ഒരു ടീമിൽ എത്ര പേര്? 9 പേര്. അപ്പൊ 9th player എന്ത് ചെയ്യും? The 9th player stands at one end of a pole and starts the game. ഇനി ഡിഫൻഡേഴ്സ് പറയുന്നത് ഡിഫൻഡേഴ്സ് ക്യാൻ എൻ്റർ ദ ഫീൽഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 3. 3 പേരായിട്ടാണ് അവർ എൻ്റർ ചെയ്യുന്നത്. 3 പേരായിട്ട് എൻ്റർ ചെയ്യും ആൻഡ് റൺ. ദ ചേസേഴ്സ് ഹൗ ടു ടച്ച് ദ ഡിഫൻഡേഴ്സ്. അവരെ ഓടി തൊടണം ആൻഡ് ഗെറ്റ് ദം ഔട്ട് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അവരെ ഔട്ട് ആക്കണം. ഇങ്ങനെയാണ് നമ്മൾ കോക്കോ കളിക്കുന്നത്. എന്തൊക്കെയാണ്? കോക്കോ ഹാസ് 9 players in a team. One team is called the chasers and the other is called the defenders. Chasers sit on their knees. എത്ര പേരാണ്? 8 in a row with successive players facing opposite directions. The 9th player stands at one end of the pole and starts the game. Defenders can enter the field in a group of 3 and run. The chasers have to touch the defenders and get them out. അവരെ ഔട്ട് ആക്കണം. അവരെ ടച്ച് ചെയ്തിട്ട് അവരെ ഔട്ട് ആക്കണം as quickly as possible. ഇനി അടുത്ത സർക്കിൾ ദ കറക്റ്റ് ഓപ്ഷൻ. Many players play together in a team sports ആണോ ഇൻഡിവിജ്വൽ സ്പോർട്സ് ആണോ? ടീം സ്പോർട്സ്. ടീം സ്പോർട്സിന് എക്സാമ്പിൾ ആണ് ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ. ഇൻഡിവിജ്വൽ സ്പോർട്സ് ഗോൾഫ്, ബോക്സിംഗ് ഒക്കെ വരും. ഇനി ക്രിക്കറ്റ് ഓർ ബോക്സിംഗ് ഈസ് എ ടീം ഗെയിം. ഏതാണ് സർക്കിൾ ചെയ്യുന്നത്? ക്രിക്കറ്റ്. അടുത്ത when you play sports you forget ആണോ മറന്നുപോകണോ അതോ റിമെമ്പർ ആണോ things more? എന്താണ്? നമ്മൾ കൂടുതൽ ഓർക്കും. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, സ്റ്റഡി പറ്റും. റിമെമ്പർ more, remember things more. The group of sports which includes running, jumping and throwing is called indoor games ആണോ? ഏതാണ്? അത്ലറ്റിക്സ്. റണ്ണിങ്ങിന് എക്സാമ്പിൾ ഏതാണ്? വാക്കിംഗ് വരാം, സ്പ്രിന്റ്സ് വരാം, മാരത്തോൺ വരാം. ജമ്പിങ് ഏതാണ്? ലോങ് ജമ്പ് ഉണ്ട്, ട്രിപ്പിൾ ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്. പിന്നെ കമ്പേർ കുത്തി നമ്മൾ ചാടുന്ന ഒരു പോളിൽ കുത്തി ചാടുന്ന ഒരു ജമ്പിങ് ഉണ്ട്. അതിന് നമ്മൾ പോൾ വാൾട്ട് എന്ന് പറയും. പിന്നെന്താണ്? ത്രോയിങ്, ഷോർട്ട് പുട്ട്, ഹാമർ ത്രോ, ഡിസ്കസ് ത്രോ ഇതൊക്കെ വരും. ഇനി ചേസേഴ്സ് ആണോ ഡിഫൻഡേഴ്സ് ആണോ? സിറ്റ് ഓൺ ദെയർ നീസ്. ആരാണ്? ചേസേഴ്സ്. ഡിഫൻഡേഴ്സ് എന്താണ്? 3 പേരായിട്ട് ഇറങ്ങിയ ചെയ്യുന്നത്. ഇവര് 8 in a row ഇരിക്കും ചേസേഴ്സ് വിത്ത് സക്സസീവ് പ്ലേയേഴ്സ് ഫേസിംഗ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. മനസ്സിലാകുന്നുണ്ടായി? അപ്പം ഗെയിംസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിൽ നിന്ന് എന്ത് ഇൻസ്പിറേഷൻ ആണ് നമുക്ക് ഉണ്ടായത്? കളിക്കാൻ പോകുമ്പോൾ എന്താണ്? നമ്മള് കൂടുതൽ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യും. അപ്പൊ നമുക്ക് നല്ല ആൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എന്ത് പറയണം? ഞങ്ങൾ ആദ്യം കളിക്കട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കാം. സോ നമ്മൾ എന്തായി മാറും? ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയി മാറും. അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം. സൈൻ ഓഫ്, അച്ഛൻ കാപ്പസ്.